അന്ന് ആ നാട്ടിൽ ഭയങ്കരമായ അടി നടന്നു. അന്ന് വരെ ആ നാടിൻ്റെ ഇടവഴികളിൽ വിജയക്കൊടി പാറിച്ചവർ അന്ന് അവിടെ വെച്ച് നടന്ന ആ ഏറ്റുമുട്ടൽ തകർന്നു പോയി. അക്കൂട്ടത്തിലെ സർവശക്തന്മാർക്കും സാരമായി തന്നെ പരിക്കേറ്റു. ഒപ്പം ആ നാടിൻ്റെ ശക്തനായ ഒരു കാവൽക്കാരന് ഒരു വിലക്കും ഏർപ്പെട്ടു. ഈ തിരിച്ചടികൾ അവരുടെ വൻമതിലിന് ഏറെ കേടുപാടുകൾ വരുത്തി. തളർന്നിരിക്കുന്ന മഞ്ഞപ്പടകളെ ലക്ഷ്യമാക്കി വടക്ക് കിഴക്കൻ മലനിരകൾ താണ്ടി അവർ നടന്നെടുത്തു. അവരെ ഒരിക്കലും പിടിച്ചു നിർത്താൻ സാധിക്കില്ല. ഞങ്ങൾ നിസ്സഹായരും. അങ്ങനെ ഒടുക്കും ആ മഞ്ഞക്കുപ്പായക്കാർക്ക് അവർക്ക് മുന്നിൽ പരാജയപ്പെടേണ്ടി വന്നു. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു മത്സരത്തിനും പരാജയപ്പെട്ടു. ഈ ഒരു കളി തുടങ്ങിയ സമയത്ത് നമ്മൾ കിടിലൻ പെർഫോമൻസ് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്ന് കണ്ടത്. നിരന്തരമായിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു ബ്ലാസ്റ്റേഴ്സ് തന്നെയായിരുന്നു ഈ ഒരു കളിയിൽ നമ്മൾ കണ്ടത്. കോറോസിംഗും അഡ്രിയാൻ ലൂണയൊക്കെ മികച്ച പെർഫോമൻസ് തന്നെയാണ് കോറോസിംഗും അഡ്രിയാൻ ലൂണയൊക്കെ കാഴ്ചവെച്ചത്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് നിരന്തരമായിട്ടുള്ള കോർണറുകൾ കിട്ടി. പക്ഷെ ആ ഒരു കോർണറുകളിലൊന്നും ബോൾ ഫിനിഷ് ചെയ്യാൻ പറ്റിയ ഒരാൾ ആ ബോക്സിൽ ഇല്ല എന്ന് തന്നെ വേണം പറയാം. കാരണം അങ്ങനത്തെ കിടിലൻ ബോൾ തന്നെയാണ് അഡ്രിയാൻ ലൂണ പോസ്റ്റിലേക്ക് കൊടുക്കുന്നത്. ആ ഒരു ബോൾ ഫിനിഷ് ചെയ്യാൻ ആള് നമ്മുടെ ടീമിൽ ഇല്ല എന്ന് തന്നെ പറയാം. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീസസ് ഇല്ലാത്തതിന്റെ ആ ഒരു പോരായ്മ ഈ ഒരു കളിയിൽ നമ്മൾ കാണുന്നത്. ആ ഒരു ഗോൾ വരുന്ന കോറോസിംഗിന്റെ മിസ്റ്റേക്ക് നിന്നാണ് ആ ഒരു ഗോൾ നമ്മളെ പോസ്റ്റിലോട്ട് വരുന്നത്. ആ ഒരു ബോൾ കോറോസിംഗ് അടിക്കുന്നത് നമ്മളെ ബോക്സിലോട്ട് തന്നെയാണ്. ആ ഒരു ബോളാണ് അവർ പിടിച്ചെടുത്ത് ഒരു ഗോൾ അടിച്ചത്. പക്ഷെ ആ ഒരു ഗോൾ അടിച്ചു വിട്ടാൽ തന്നെ ഒരു ഓഫ് സൈഡിന്റെ സൂചനയൊക്കെ നൽകിയിരുന്നു. പക്ഷെ അത് ഓഫ് സൈഡ് അല്ല എന്ന് തന്നെ പറയാം. ഇരു ടീം മികച്ച കളിയാണ് ഈ ഒരു കളിയിൽ കാഴ്ചവെച്ചത്. അതുപോലെ ജംഷഡ്പൂരിനെ വല കാക്കുന്ന ആൽബിനോ ഗോമസ്, അദ്ദേഹത്തെ എടുത്തു പറയേണ്ടത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ കിഡിലൻ സേവനമാണ് നമ്മൾ കളിയിൽ ഉടനീളം കണ്ടത്. ജംഷഡ്പൂരിന് ഈ ഒരു വിജയത്തിൽ പ്രധാന പങ്ക് വഹിച്ചത് ആൽബിനോ ഗോമസ് ആണ് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കാം. അതുപോലെ നോഹ സദോവിന്റെ ആ വിങ്ങിലൂടെയുള്ള ആക്രമണത്തെ 2 പേര് തടയിടുന്നതാണ് നമ്മൾ കണ്ടത്. അത് അവരുടെ ട്രിക്ക് തന്നെയാണ് ജംഷഡ്പൂർ FC-യുടെ. കാരണം ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ ആക്രമണങ്ങളും നോഹയെ ആശ്രയിച്ച് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് നടത്തുന്നത്. അത് അവർ കൃത്യമായിട്ട് മനസ്സിലാക്കി എന്ന് വേണം പറയാം. പിന്നെ ഈ ഒരു കളിയിൽ എടുത്തു പറയേണ്ടത് നമ്മളെ അഡ്രിയാൻ ലൂണ തന്നെയാണ്. അദ്ദേഹം എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്താണ് ഓരോ കളിയും കളിക്കുന്നത് നമ്മൾ മനസ്സിലാക്കും. ഈ ഒരു കളിയിൽ നമ്മളൊരു ഫിനിഷിംഗ് സ്ട്രൈക്കർ തന്നെയാണ് നമ്മൾ ഈ ഒരു കളിയിൽ മിസ് ചെയ്തത്. അതുപോലെ ജംഷഡ്പൂർ അവരുടെ വിങ്ങിലൂടെയുള്ള അറ്റാക്ക് സെനാനെ കണ്ട് തന്നെയാണ് അവർ നടത്തിയിരുന്നത്. പക്ഷെ സെനാന് പലതവണ മിസ്സായത് നമ്മൾ കളിയിൽ കണ്ടു. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു പ്ലേ ഓഫ് സാധ്യത ഉണ്ടോ എന്നറിയാം. ഇനി എല്ലാ കളിയിലും ബ്ലാസ്റ്റേഴ്സിന് ജയം അനിവാര്യം തന്നെയാണ്. ഇനി എന്തായാലും ഓരോ കളികളിലും ബ്ലാസ്റ്റേഴ്സിന് ജയിച്ചേ പറ്റൂ. എന്നാൽ മാത്രമാണ് ആ പ്ലേ ഓഫ് സാധ്യത ഇനി നിലനിൽക്കുന്നുള്ളൂ. ഇനി നമ്മൾ അടുത്ത കളി അടുത്ത കൊല്ലാണ്. അതും പഞ്ചാബ് FC-ക്കെതിരെ അവരുടെ മണ്ണിൽ പോയി ബ്ലാസ്റ്റേഴ്സ് കളിക്കണം. എന്തായാലും നമുക്ക് കണ്ട് തന്നെ അറിയാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒപ്പീനിയൊക്കെ താഴെ കമന്റ് ബോക്സിൽ അറിയുക. സോ അടുത്ത കളിയിൽ ബ്ലാസ്റ്റേഴ്സ് ഏത് 11 കൊണ്ടിറങ്ങും എന്നുള്ള കാര്യം കമന്റ് ചെയ്യാം. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും